നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വികാരം അതേ രീതിയിൽ പിണറായി വിജയനെതിരെ പ്രതികരിക്കുന്നതായിട്ടാണ്. കാരണം മതേതരത്വത്തെ ഒറ്റുകൊടുത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ. ഇന്ന് ന്യൂനപക്ഷങ്ങൾ മുഴുവൻ പിണറായി വിജയനെ RSSനെ ഭയക്കുന്നത് പോലെ പിണറായി വിജയനെ ഭയക്കുക. കാരണം ഞങ്ങളെ ഏതു നിമിഷവും ഞങ്ങളെ ഒറ്റുകൊടുക്കും എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുക. ശ്രീ രാജു പി നായർ, 100 സീറ്റുകൾ എന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? അങ്ങനെ ഇപ്പോൾ നോക്കൂ, ഉത്തര കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 7 ജില്ല കടക്കുമ്പോൾ കോൺഗ്രസിന് എണ്ണി പറയാൻ കഴിയുന്നത് 7 സീറ്റുകളാണ്. UDF സംവിധാനത്തിൽ വേറെ സീറ്റുകളുണ്ട്. എന്നിരുന്നാൽ പോലും എവിടെ നിന്നൊക്കെ കൂടുതൽ സീറ്റുകൾ എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അല്ല, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് പറയുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കുമ്പോൾ പലപ്പോഴും ചോദിച്ചിരുന്നു എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ കണക്ക്. ഞങ്ങൾ അപ്പോഴും പറഞ്ഞത് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആത്മവിശ്വാസവും അതിനുമേലെ ഇന്ന് ഈ പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരവുമാണ്. തീർച്ചയായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിൽ വ്യക്തിബന്ധങ്ങളും മറ്റ് പ്രാദേശിക രാഷ്ട്രീയവും എല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായിട്ട് അടിച്ചത് നമുക്ക് അറിയാവുന്നതാണ്. അത് തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചോളം പിണറായി വിജയൻ്റെ ഒരു നേതൃത്വത്തിൽ അടുത്ത ഒരു 3ാം ടേം എന്ന് പറഞ്ഞ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടാൻ പോകുമ്പോൾ ആ ഭരണവിരുദ്ധ വികാരം മുഴുവൻ പിണറായി വിജയനെതിരായിട്ടുള്ളതാണെന്നുള്ളതും അത് UDFലേക്ക് കേന്ദ്രീകരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പം അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒരു ചൂണ്ടുപലകയാണെങ്കിൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ കൂടി കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പല ജില്ലകളിലും കോൺഗ്രസ് തകർന്നു പോയി എന്ന് മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ നിരീക്ഷകരും എല്ലാം പറഞ്ഞെടുത്ത് കോൺഗ്രസ് ഉയർന്നു വരുന്ന സാഹചര്യമാണ് കണ്ടത്. അത് തീർച്ചയായിട്ടും കുറെ കൂടി ശക്തമായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, തീർച്ചയായിട്ടും അതുകൊണ്ടല്ലോ. നോക്കൂ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുഴുവനായിട്ട് ജനവികാരം കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറുന്നത്? കാരണം ഈ മതേതരത്വത്തിനെതിരായിട്ടുള്ള ഒരു ശക്തിയാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP എന്നുള്ളതും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതെല്ലാം വെറും PR വർക്കാണെന്നും അത് സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമല്ലാത്തതാണെന്നും അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ BJP ഒരു കാരണവശാലും രാജ്യത്ത് ഭരണത്തിൽ വരാൻ പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനം ജനങ്ങളെടുത്ത് ഭൂരിപക്ഷ സമുദായവും ഇതും അതുമാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റുകാർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാണുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വികാരം അതേ രീതിയിൽ പിണറായി വിജയനെതിരെ പ്രതികരിക്കുന്നതായിട്ടാണ്. കാരണം മതേതരത്വത്തെ ഒറ്റുകൊടുത്ത ഒരു നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ അഴിമതി അദ്ദേഹത്തിൻ്റെ മക്കളുടെയും അഴിമതി മൂടി വെക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ മതേതരത്വത്തെ ഒറ്റുകൊടുത്ത ഒരാളാണ് പിണറായി വിജയൻ എന്ന് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ന്യൂനപക്ഷങ്ങൾ മുഴുവൻ പിണറായി വിജയനെ RSSനെ ഭയക്കുന്നത് പോലെ പിണറായി വിജയനെ ഭയക്കുക. കാരണം ഞങ്ങളെ ഏതു നിമിഷവും ഞങ്ങളെ ഒറ്റുകൊടുക്കും എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുക. അത് കേവലം ഈ മതന്യൂനപക്ഷങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവരുന്നതിനെതിരെ അവരെക്കാൾ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ്. ആ ഭൂരിപക്ഷ സമുദായം ഉള്ളത് കൊണ്ടാണ് 55% ഹിന്ദുക്കളോട് സംസ്ഥാനത്ത് 15%-ൽ താഴെ മാത്രം BJPക്ക് വോട്ട് കിട്ടുന്നത്. അപ്പം മതേതര പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ RSSന്റെ പതിപ്പായ പിണറായി വിജയനെതിരെ പ്രതികരിക്കും. അതുപോലെ തന്നെ ഇവർ പറയുന്ന PR വർക്കിലൂടെ പറയുന്ന നേട്ടങ്ങളൊന്നും ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ളതല്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവരുടെ അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം.